ഹലോ ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജോളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മൃണാളിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് പണ്ട് റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് റെസ്റ്റോറൻറ്റ്സിൻ്റെ അവിടെയുള്ള സിസ്റ്റത്തെക്കുറിച്ച് വിമർശിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ സ്വന്തം റെസ്റ്റോറൻറ്റ് വിമർശിക്കുമ്പോൾ അങ്ങനെ വിമർശിക്കുന്നവർ ലൂസേഴ്സ് ആണ്, റിച്ച് കിഡ്സ് ആണ്, ഡിസീവേഴ്സ് ആണ്, അങ്ങനെ പല നാമധേയങ്ങളും കൊടുത്തിട്ട് വിമർശനത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം വിമർശിക്കുന്നവർ ആക്രമിക്കുന്ന ശൈലി, അതിനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡിനെ ഒന്നുകൂടെ പുറത്ത് കാണിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടു. അപ്പോൾ മൃണാൾ എന്ന് പറയുന്ന വ്ളോഗറെ കുറിച്ച് ഞാൻ നേരത്തെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു മാസം മറ്റൊരു പുള്ളിക്കാരൻ ഇയാളെ കുറിച്ച് പറയുമ്പോഴാണ്. പക്ഷേ എനിക്ക് മൃണാൾ എന്ന വ്ളോഗർ അറിയാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അത് മൃണാളിന്റെ പ്രശ്നമല്ല, വീഡിയോ കാണാതിരുന്നത് എൻ്റെ പ്രശ്നമാണ്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഈ വിഷയം വന്നതിന് ശേഷം ഞാൻ പുള്ളിയുടെ വീഡിയോസ് സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് ഫീഡിൽ ഒരു വീഡിയോ വന്നു. അത് സംവിധായകനായ ജീത്തു ജോസഫ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അവിടെ നിന്ന് അവർ ബിരിയാണി വാങ്ങി കഴിച്ചൊരു സംഭവം. അപ്പോൾ ആ സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് ഇയാൾ ഒരു മാസം മുന്നേ പാർക്കിങ്ങോട് ബന്ധപ്പെട്ടാണല്ലോ മൃണാളിന്റെ ഒരു വിമർശനം ആദ്യം വരുന്നത്. പാർക്കിങ്ങിൽ ഇദ്ദേഹം പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അതായത് ബൈക്ക് വാങ്ങിയിട്ട് അതിൽ പെട്രോൾ അടിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് തുറന്നിരിക്കുന്നത്. അവിടെ ഇദ്ദേഹം വിൽക്കുന്ന ബിരിയാണിയാണ് എന്തോ ഒരു സ്പെഷ്യൽ ബിരിയാണി, എന്തോ പേർഷ്യൻ റൈസ് ബിരിയാണി എന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. 4 പേർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന ബിരിയാണിയുടെ വില 1600 രൂപ. പാവപ്പെട്ടവരെ പടത്തലവൻ്റെ ഒരു കഷ്ടപ്പാടേ. AKGക്ക് ശേഷം ആര്? AKG ആണ് നമ്മൾ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കുന്നത്. AKGക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മൃണാൾ. കാരണം പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട 1600 രൂപയുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളെ സമ്മതിക്കണ്ടേ? അതിൻ്റെ ഏതൊരു സിനിമ, ലയൺ എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അതിൽ കൊച്ചി ഹനീഫയും ജഗതിയും ഓഡിയൻസ് ആയിട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ സ്ഥാനാർത്ഥികൾ അതിലൊരു പുതിയ സ്ഥാനാർത്ഥി പറയുന്നുണ്ട്, ഇനി പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പോലെയാണ്. അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ജഗതി പറയുന്നുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലണ്ടനിൽ പോകാൻ. എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വെളിക്കരിക്കാൻ വേണ്ടി പാവങ്ങൾക്ക് ലണ്ടനിൽ പോകുന്നതിന് വേണ്ടി ഒരു എയർപോർട്ട് ഉണ്ടാക്കുന്നു എന്ന് തമാശ രൂപേണ പറഞ്ഞൊരു കാര്യം. അത് ആ സിനിമയിൽ തമാശയായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മൃണാലിൻ്റെ ഈ 1600 രൂപയുടെ ബിരിയാണി പാവങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ 4 പേർക്ക് വേണ്ടിയാണ് കേട്ടോ. അതായത് ഒരാൾ മിനിമം 400 റുപ്പീസ് 400 രൂപ വെച്ച് ചിലവാക്കണം, എന്നാലാണ് ആ ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റുക. അങ്ങനെ 4 പേർക്ക് വേണ്ടി 400 രൂപ വെച്ച് 1600 ബിരിയാണി കൊടുക്കുന്ന ഈ പാവങ്ങളുടെ പടത്തലവൻ്റെ കഥ കേട്ടപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്നതാണ് ഈ സീൻ. കുറേ നാൾക്ക് മുമ്പ് ഇറങ്ങിയാണ് കേട്ടോ, ഇപ്പോഴുള്ള വീഡിയോ ഒന്നുമല്ല, കുറേ നാൾക്ക് മുമ്പുള്ളതാണ്. ശരിക്കും എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? നോർമൽ കഴിക്കുന്നത് 5-6 പേർക്ക് കഴിക്കാൻ. നിങ്ങൾ 4 പേർക്ക് കഴിക്കാനാണ് ഇത് സ്റ്റാൻഡേർഡ് ഐറ്റം ഉണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ കഴിച്ച് തീർന്നിട്ടാണ് മിക്കവാറും ഇന്ന് രാത്രി കൂടെ കഴിക്കാനുള്ളത്. അതിനുള്ള പീസ് കാണും. ആക്ച്വലി ഒരു ചിക്കൻ പീസും കുറച്ച് ബിരിയാണി മാത്രമേ ഒരു സാധാരണ മനുഷ്യരുടെ നേരം കഴിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 8 ചിക്കൻ പീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 2 നേരത്തിനുള്ള ഐറ്റം ഉണ്ട്. പക്ഷെ 4 മുട്ടയേ ഉള്ളൂ. അപ്പോൾ 4 പേർക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ഫുഡ് എന്നാണ് പറയുന്നത്. മൃണാളെ 4 പേർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നത്. സാധാരണ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ മുഴുവനൊന്നും കഴിക്കാൻ പറ്റാറില്ല. മിക്കവാറും ആൾക്കാർ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് പതിവ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ആമ്പൂർ ബിരിയാണി എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റൈസ് മാത്രമാണെങ്കിൽ എന്തോ 110 രൂപയും പീസ് അടക്കം ആണെന്നുണ്ടെങ്കിൽ 160 രൂപയാണ്. എക്സ്ട്രാ പീസ് കൊടുക്കണമെങ്കിൽ ഒരു 50 രൂപ അടുത്ത് 210 ഇരുന്ന സംഭവം, 50 അല്ല 210 എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഡബിൾ പീസ് കിട്ടും. അത് ഇത് പറയുന്ന പോലെയാണ്. ഒരു നേരം ഒന്നും കഴിച്ചാൽ തീരില്ല, 2 നേരം കഴിച്ചാൽ ആ സംഭവം തീരുള്ളൂ. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ടുള്ള സംഭവം അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ സെർവിങ് ഫോർ 4 അല്ലേ, 4 പേർക്ക് വേണ്ടിയുള്ള സെർവിങ് ആയിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. ഒരു സാധാരണക്കാരൻ ബൈക്കിന് പെട്രോൾ അടിക്കാൻ കാശില്ലാതെ 400 രൂപ പെർ ഹെഡ് സ്പെൻഡ് ചെയ്ത് വാങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള ബിരിയാണി നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കലത്തിൽ കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു നേരം ഒരാൾ കഴിക്കുന്ന ബിരിയാണിയുടെ വില 200 രൂപയാണ് നിങ്ങൾ പറയുന്നത്. 1600 വീട്ടിൽ ബിരിയാണി ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നും തിന്നാം, നാളെ ഇന്ന് ഉച്ചക്കും തിന്നാം, രാവിലെയും തിന്നാം, ചൂടാക്കി കഴിഞ്ഞാൽ നാളെയും തിന്നാം. ഇതാണോ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സെർവിങ്? ഞങ്ങൾ ഒരു ദിവസം ഒരു 3-4 ബിരിയാണി മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ലിമിറ്റഡ് എഡിഷൻ എല്ലാ ലിമിറ്റഡ് എഡിഷനാണ്. സോൾഡ് ഔട്ട് ആവാന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. എപ്പോഴും ഓൾ ദ ടൈം, ഉച്ചയ്ക്കും രാത്രി എപ്പോഴും. ഈ സെക്ഷനിലെ 3-4 ബിരിയാണിയേ ഉള്ളൂ. അത്രേ ചെയ്യുന്നു ഒരു ദിവസം. ആകെ 4 എണ്ണം ഉള്ളൂ കേട്ടോ. 4 സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ 1600 ബിരിയാണി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ 4 എണ്ണം പുള്ളി ഉണ്ടാക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയൊന്നും അല്ല. സത്യത്തിൽ പൈസ ഉള്ളവൻ വന്ന് ചിലവാക്കിയിട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. പറയുമ്പോൾ അങ്ങനെ തള്ളി മറിക്കുന്നതേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ മിശിഹായിട്ട് സ്വയം കണ്ട് അവതരിച്ചിരിക്കുകയാണ്. ആരാണ് ഈ 1600 രൂപ ഒരു സാധാരണക്കാരൻ വന്നിട്ട് അതിനകത്ത് നിന്ന് വന്ന് കഴിക്കുന്നത്? ഏത് സാധാരണക്കാരനായിരിക്കും ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് വന്ന് കഴിക്കുന്നത്? സാധാരണക്കാർ കഴിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് എല്ലാപ്പോഴും ഭക്ഷണം കഴിക്കുന്ന പോലെ ആയിരിക്കില്ല.
ഒരു നേരം നമുക്ക് തോന്നുന്നു കുറച്ചൊന്ന് ലാവിഷ് ആയേക്കാം എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. ഞാനും കഴിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ പാർട്ടി ഇങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും, ഓഫീസ് പാർട്ടിയൊക്കെ പോകുമ്പോഴേക്കും നമ്മൾ കുറച്ച് പോഷായ സ്ഥലമായിരിക്കും ചൂസ് ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പാർട്ടിക്ക് പോയി. അപ്പം ഞാനതിൽ ആദ്യമായിട്ടാണ് ആ ഗ്രൂപ്പിലേക്ക് വരുന്നത്. എനിക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഞാനതിൽ പങ്കെടുക്കാതെ എനിക്ക് അവരൊരു ഗിഫ്റ്റായിട്ട് ഒരു ബോട്ടിൽ ലിക്വർ കൊണ്ടുവന്നു. ഞാൻ കഴിക്കാറില്ല. ആ ലിക്വറിന് പുറത്ത് വില 4000 രൂപയാണ്. ഇവരവിടെ നിന്ന് വാങ്ങിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11,000-12,000 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. ഇത് നമുക്കറിയാം, ഇവിടെയുള്ള വിലക്കനുസരിച്ചായിരിക്കില്ല പുറത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ വലിയ പോഷ് ഹോട്ടലിൽ കിട്ടുന്നത് നമുക്കറിയാം. പക്ഷെ അത് സാധാരണക്കാർക്ക് വേണ്ടിയാണെന്ന് പറയുന്നിടത്ത് മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ആർക്ക് വേണേലും കാശ് ചിലവാക്കാം, സാധാരണക്കാരനും പണമുള്ളവരൊക്കെ ചിലവാക്കാം. പക്ഷേ ഈ ലേബൽ ഉണ്ടല്ലോ, ഞാൻ ഈ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത്. പാവങ്ങൾക്ക് വേണ്ടി 1400 രൂപയുടെ ബിരിയാണി വിൽക്കുന്നത് കുറച്ച് കടന്ന കൈ തന്നെയാണ്. ഈ തുണി ഉണ്ടല്ലോ, ഇത് ഞങ്ങൾ താപ്പ് കയറുന്ന അതിന് തിരുപ്പൂരൊരു മില്ലിന്നാണിത്. എൻ്റെ അമ്മ ഇപ്പം അതവിടെ പറഞ്ഞില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ആലോചിക്കുന്നത്. തിരുപ്പൂരിന്ന് ഞാൻ മേടിച്ചിട്ട് തിരുപ്പൂരിന്ന് സാധാരണ ഇതിൽ ആൾക്കാർ എടുക്കുന്നത് വില കുറഞ്ഞ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി. എൻ്റെ അറിവില്ല കേട്ടോ. പക്ഷെ അത് ഇവിടെ പറയേണ്ട ആവശ്യം തിരിക്കണു, തള്ളാൻ. അങ്ങോട്ട് ഒന്ന് തള്ളി മറിക്കുക തന്നെ. എന്നിട്ട് ഈ സംഭവം അവർക്ക് കൊടുക്കോ? അതൊന്ന് നോക്കി വെച്ചോട്ടോ. ഇമ്പ്രൂവ് ചെയ്തല്ലേ? ഞാൻ നന്നാവും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അതിൽ നിന്ന് എടുത്തായിരുന്നു. ഞാൻ കുറച്ചുകൂടെ നന്നാവും. അത് മാത്രം പറയല്ലോ മൃണാളെ. മൃണാൾ നന്നാവുമെന്ന് പറയരുത്. പായസം നന്നാവും, ബിരിയാണി നന്നാവും, ചിലപ്പോൾ മൃണാളിന്റെ റെസ്റ്റോറൻറ്റ് നന്നാവും. പക്ഷെ മൃണാൾ നന്നാവുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് ഒരു വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങോട്ടേറെ ആക്രമിക്കുന്ന മൃണാൾ നന്നാവുകയാണെന്നുണ്ടെങ്കിൽ അത് ലോക മഹാത്ഭുതങ്ങളിൽ നമ്പർ 1 ആയിരിക്കും. ഈ തുണി ഞാൻ എടുക്കുക, അടുത്ത ആൾക്ക് പൊതിഞ്ഞ് കൊടുക്കാലോ. തുണിക്ക് ഭയങ്കര വിലയാണ്. ഈ ചട്ടിയും കാലിയും ചട്ടി വേണ്ട, കുഴപ്പമില്ല, അതിനകത്ത് ബിരിയാണി ഒക്കെ ഉണ്ട്. ഈ ചട്ടി പുറത്ത് മേടിക്കണ 10-200 രൂപ കൂടുതലാണ്. ഓക്കെ, 200 സംഭവം മേടിച്ചു. പക്ഷെ തുണിയുടെ എന്താ പറയുക, തിരുപ്പൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടു തുണി. ഞാൻ വിചാരിച്ചു ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് ആ തുണിയും കൊടുക്കുമെന്ന്. എനിക്ക് തോന്നുന്നുണ്ട് അതങ്ങനെ കൈവിട്ട് കളയാൻ പുള്ളിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ചട്ടി പുള്ളി കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ സ്വിഗ്ഗി വഴി ഈ സംഭവം പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ സംഭവം ചട്ടി തിരിച്ചു മേടിക്കാനായിട്ട് ആരെങ്കിലും പോകുമോ? ഇല്ല. പിന്നെ 200 രൂപയുടെ ചട്ടിയാണ്. ഞാൻ മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ബിരിയാണി, ഒരാൾക്ക് കഴിക്കാവുന്ന ബിരിയാണി 250 രൂപയ്ക്ക് ബിരിയാണി ഓർഡർ ചെയ്താൽ 2 നേരം കഴിക്കാൻ പറ്റും. ഒരു 1000 രൂപ ബിരിയാണി കൂട്ടിയാൽ ചിലവല്ലോട്ടോ പറയുന്നത്, ബിരിയാണി വിൽക്കുന്ന പ്രൈസാണ് ഞാൻ പറയുന്നത്. 4 പേർക്ക് കഴിക്കാൻ 1000 രൂപ. പിന്നെ ചട്ടിക്കൊരു 200 രൂപ, 1200 രൂപ. ചട്ടിക്ക് ഒരു 50 രൂപ പ്രോഫിറ്റും കൂടി ഇട്ടോ. 200 രൂപ ഒരു ചട്ടിക്ക് ഒരു 50 രൂപ പ്രോഫിറ്റ് ഇട്ട് 1250 രൂപയ്ക്ക് വിറ്റാലും നല്ല പ്രോഫിറ്റാണ് ഇതിനകത്ത്. പക്ഷേ മൃണാളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. ഈ സംഭവം നഷ്ടത്തിൽ പോകുന്നതാണ്. ഇത് 10-350 എക്സ്ട്രാ വന്നാലും മൃണാൾ പറയുന്നത് നഷ്ടത്തിലാണെന്നാണ്. ഇത് ആരെയാണ് നിങ്ങൾ ഈ പറഞ്ഞ് പറ്റിക്കുന്നത്? ഞാൻ പറയുന്ന പ്രൈസ് നിങ്ങൾക്ക് കൂട്ടി വിൽക്കാം, ഒരു പ്രശ്നവുമില്ലെന്നേ. പ്രൈസ് നിങ്ങൾക്ക് കൂട്ടി വിൽക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 4500 സംഭവത്തിന് 11,000 രൂപക്കും 12,000 രൂപ മേടിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് പ്രശ്നം. മുതലാവൂലല്ലോ, അതാണ് ഇതിന്റെ പ്രത്യേകത. ബിരിയാണി കച്ചവടം ചെയ്യുന്ന മുതലാവും. ഏറ്റവും ബെസ്റ്റ് വഴി ചട്ടിയിൽ ബിരിയാണി ഓർഡർ ചെയ്യാം. ആക്ച്വലി ഈ ബിരിയാണി 1600 രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നത്. സ്റ്റിൽ ഏറ്റവും പ്രോഫിറ്റ് കുറഞ്ഞ ബിരിയാണിയായിരുന്നു. 1600 രൂപയ്ക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 350 രൂപ അതിനകത്ത് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ട്. ഇനി എനിക്കറിയില്ല എന്താണ് ഇവർ പ്രോഫിറ്റ് ചെയ്തത്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് 1600 രൂപയ്ക്ക് വിൽക്കുന്നത്? സാധാരണക്കാരും അങ്ങനെ ഒന്നും കഴിക്കില്ല. നിങ്ങളെന്താ പറഞ്ഞത്, ഡെയിലി വന്ന് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ, അത് വല്ലപ്പോഴും ഔട്ടിങ്ങിന് പോയി കഴിക്കുന്നവരെ കുറിച്ചല്ല. നിങ്ങൾ ഡെയിലി വന്ന് കഴിക്കുന്ന, കുറഞ്ഞ ചെലവിൽ കഴിക്കാൻ കഴിയുന്ന ആൾക്കാരെന്ന രീതിയിൽ നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പ്രോഫിറ്റ് കുറച്ച് 1600 രൂപ വെക്കുന്നത്? ഇനിയിപ്പോൾ ആൾക്കാരങ്ങനെ മുടിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് 2-4 വെക്കുന്നത്. ഞാനിപ്പോഴാണ് അതിൻ്റെ സൂത്രം മനസ്സിലാക്കിയത്. എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ച് ചട്ടി ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം മൃണാളം മുടിഞ്ഞ് കുത്തോളെടുത്ത് പോകില്ലേ. കഴിഞ്ഞ ദിവസം ഏതൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ പറയുന്നുണ്ടായിരുന്നു, ഇയാൾക്ക് അവിടെ അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും പണമാണ് വരുന്നത്, അതുകൊണ്ട് എനിക്കൊരു അക്കൗണ്ടൻറ്റിനെ വേണം എന്ന് പറഞ്ഞത്. അതായത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ പൈസയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മൃണാളിനാണ് 4 ബിരിയാണി വിറ്റ് ദാരിദ്ര്യം ഉണ്ടാകാൻ പോകുന്നത്. അമ്മോ. ഈ ബാക്ക് ടു നമ്മുടെ പാർക്കിംഗ് ഇഷ്യൂ. ആ സംഭവം ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ പറഞ്ഞതിനൊക്കെ നേരെ വിപരീതമാണ് ഇവിടെ വന്നിരുന്ന ഈ വ്യക്തി പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഫുള്ളായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. പാർക്കിങ്ങിനെ കുറിച്ച് പറയുന്ന ഭാഗം അത് കേട്ടതിന് ശേഷം ബാക്കിയുള്ള പറയാം.
ഞങ്ങളിവിടെ ചങ്ങലിടാൻ പോവാണ്. ഇവിടെ 4-വീലർ പാർക്കിംഗ് ഇല്ല. ഞങ്ങളുടെ ഓപ്പറേഷണൽ വണ്ടികൾക്കും അതുപോലെ തന്നെ 2-വീലേഴ്സിനും, ഡെലിവറി ബോയ്സിന്റെ 2-വീലേഴ്സ്, കസ്റ്റമേഴ്സിന്റെ 2-വീലേഴ്സ് ഒക്കെ പാർക്ക് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇതൊരു പ്രൈവറ്റ് റോഡാണ്. ആ നാഷണൽ ഹൈവേയിൽ നിന്ന് ആ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങോട്ട് താഴെയുള്ളത് പ്രൈവറ്റ് റോഡാണ്. ഇവിടേക്ക് നിങ്ങൾക്ക് 4-വീലറും കൊണ്ട് വരാം. പക്ഷെ ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുക, തിരിച്ചു പോവുക. ഇവിടെ വെക്കരുത്. ഈ റോഡിലും വെക്കരുത്, ഇവിടെയും വെക്കരുത്. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. വേണേ ഒരു വാദന ചോദിക്കാം, ടാക്സി ഡ്രൈവേഴ്സ് ഇല്ലേന്ന്. ടാക്സി ഓടിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്ന ടാക്സി ഡ്രൈവേഴ്സ് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അവർ സാധാരണക്കാരാണോന്നും എനിക്കറിയില്ല. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാം. എന്നിട്ടൊരു 3 മിനിറ്റ് നടന്നാൽ പോരെ. ലുലുവിൻ്റെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാം. അവിടെ വേറെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ അതുകൊണ്ട് നിങ്ങൾ 4-വീലറിൽ ഇവിടെ പാർക്ക് ചെയ്ത് വരാനാണ് പ്ലാനെങ്കിൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, കാറിലവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കണം, തീർച്ചയായിട്ടും കഴിക്കണം. അതിന് ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റ്സ് കൊച്ചി ടൗണിലുണ്ട്. 1-2 ആണോ? 2000-3000 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കൊച്ചിയിൽ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ. ഇതിന് ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അവിടെ ദേപ്പുട്ട് നല്ല റെസ്റ്റോറൻറ്റാണ്. അതിനപ്പുറത്ത് ചീനവലയുണ്ട്, പാരഗൺ ഉണ്ട് ലുലുവിൽ ഇല്ലേ. ലുലുവിൽ വേറെ എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഇത് അവിടെ MRA ഉണ്ട്, ഇവിടെ ബൂഫിയ ഉണ്ട്, എല്ലായിടത്തും പാർക്കിംഗ് ഉണ്ട്. അംബിസ്വാമി ഉണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല. അവർക്ക് കാർ എടുത്ത് വരുന്നവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നേ പോകാൻ. ഞാൻ ഈ പറയുന്ന സ്ഥലമല്ല, ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തുള്ള സ്ഥലങ്ങളാണ്. 5 മിനിറ്റ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എടുത്താണ്ടല്ലോ, ചിലപ്പോൾ 100-200 ഒന്നും ആയിരിക്കില്ല. അതിൽ കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കാറ് പാർക്ക് ചെയ്ത് കഴിക്കാം. ഞങ്ങളിത് ബൈക്ക് മേടിച്ചിട്ട് അതിൽ പെട്രോൾ അടിക്കാൻ ഗതിയില്ലാത്തവന് വേണ്ടി നടന്ന റെസ്റ്റോറൻറ്റാണ്. ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ? ഞങ്ങളിത് ബൈക്ക് മേടിച്ചിട്ട് അതിൽ പെട്രോൾ അടിക്കാൻ ബുദ്ധിമുട്ടതിന് വേണ്ടിയുള്ള റെസ്റ്റോറൻറ്റ്. അവിടെയാണ് 1600 രൂപയ്ക്ക് ബിരിയാണി വിൽക്കുന്നത്. എന്തിനാണ് മൃണാൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പറയുന്നത്? പാർക്കിംഗ് അവിടെ ഇല്ല എന്നുള്ളതൊരു പരാതിയാണ്. ആ പരാതി സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റിസ്ക് ഏത് വിഷയത്തിലായിട്ട് ഹോട്ടൽ മാനേജ്മെന്റോ ഫിനാൻഷ്യൽ മാനേജ്മെന്റോ വീടിന്റെ കാര്യമോ പാലം പണിയോ റോഡ് പണിയോ എന്ത് സംഭവമായിക്കോട്ടെ, അതിനകത്തൊരു റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഇഷ്യൂ എന്ന് പറയുന്ന സംഭവം ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ സാധാരണ ഇതിൽ റോം ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഒന്ന് അതിനെ ഓൺ ചെയ്യുക. റിസ്ക് ഓൺഡ്, റിസ്ക് ആക്സെപ്റ്റഡ്, റിസ്ക് മിറ്റിഗേറ്റഡ്. ഓൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സംഭവം ഓക്കെ, ഇതൊരു പാർക്കിംഗ് ഒരു പ്രശ്നമാണ്, ഞങ്ങൾ ഇന്ന സംഭവം വെച്ചത് പരിഹരിക്കുന്നു. ഇതാണ് റിസ്ക് ഓൺ ചെയ്യുന്നത്. പിന്നെ റിസ്ക് ആക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് അതിന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2-വീലർ മാത്രമേ സാഹചര്യം എനിക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുക. നമുക്ക് വേറെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതൊരു കുറവാണ്, അത് അംഗീകരിച്ചുകൊണ്ട് ആ റിസ്കിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മൂന്നാമത്തെയാണ് മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായ ഒരു സംഭവം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, പെർമനന്റ് സൊല്യൂഷൻ വരുന്നത് വരെ ഒരു താൽക്കാലികമായി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുന്നതാണ്. താൽക്കാലികമായ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് വെക്കുക. റിസ്ക് അവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മൾ താൽക്കാലികമായൊരു പരിഹാരം, ചിലപ്പോൾ ഒരു വേറൊരു ഗ്രൗണ്ട് തൊട്ടടുത്ത് പാർക്കിംഗ് എടുത്തിട്ട് നമ്മളവിടെ താൽക്കാലികമായിട്ട് പാർക്കിനുള്ള സൗകര്യം കൊടുക്കുക. റോഡിൽ പാർക്ക് ചെയ്യുന്നതിന് നാളെ അവിടെ നോ പാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പരിപാടി നടക്കില്ല. പിന്നെ 3 മിനിറ്റ് വാക്കിംഗ് ഒന്നും നടക്കില്ല, അവിടെ നോ പാർക്കിംഗ് വന്നു. പക്ഷെ നിങ്ങൾ വാങ്ങുന്ന ഒരു ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് എത്ര കാലം വേണേലും സ്വന്തം റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നവരെയും പാർക്കിംഗ് എക്സ്റ്റൻഷൻ ഉള്ള കാലം വരെയും നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാം. ഇതാണ് സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കത് അംഗീകരിക്കാൻ വയ്യ. അതൊരു കുറവായിട്ട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളെടുത്ത വെറും അടവാണ് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണെന്നുള്ളത്, സാധാരണ 2-വീലറിന് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണെന്നുള്ളത് നിങ്ങൾ വെറും അടവാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കുറവ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു അടവ് നയം പുറത്തെടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ വെച്ചാൽ ഈ സാധാരണക്കാർക്ക് വേണ്ടി 1600 ബിരിയാണി ആര് വന്ന് കഴിക്കണം? ഡെയിലി വന്ന് കഴിക്കുന്നവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് പറയുന്നുണ്ട്. ദിവസേന വന്ന് 1600 ബിരിയാണി ആരെങ്കിലും കഴിക്കുമോ? അങ്ങനെ ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് പിന്നെ 1600 ബിരിയാണി ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറയാം, അതെന്താ സാധാരണക്കാർക്ക് ഈ ബിരിയാണി കഴിച്ചുകൂടെ? കഴിക്കാം, പക്ഷെ ഒരു മറുചോദ്യം കൂടിയുണ്ട്. സാധാരണക്കാർക്ക് കാറിന് വന്നൂടെ? നിങ്ങൾ അവിടെ പറയുന്നുണ്ട് യൂബർ ഓടിക്കുന്ന ഡ്രൈവർമാർ അവർ സാധാരണക്കാരെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന്. അതെന്താ സാധാരണക്കാർക്ക് യൂബർ ടാക്സി ഓടിക്കാൻ പാടില്ലേ? സാധാരണക്കാർക്ക് കാർ എടുക്കാൻ പാടില്ല? ഒരു സെക്കൻഡ് ഹാൻഡ് കാറോ അല്ലെങ്കിൽ കൊക്കിൽ നിന്ന ചെറിയ കാറുകളുണ്ടല്ലോ, അത് അവർക്ക് വാങ്ങിയിട്ട് കാറുമായിട്ട് അവർക്ക് വരാൻ പാടില്ലേ? സാധാരണക്കാർക്ക് കാറ് വരാൻ പാടില്ലെന്ന് ഇവിടെ നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് വെറും മുട്ടായുക്തിയാണെന്ന്. ആ സംഭവം എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ പണ്ട് കണ്ട ആ വീഡിയോൻ്റെ ഫീൽഡിൽ വന്നപ്പോൾ അത് കുത്തിപ്പൊക്കി എടുത്ത് വന്നത്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.